സോ എല്ലാവർക്കും ഡൂബ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ മച്ചാന്മാരെ, നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണം. നമ്മളെ ഫഹദ് ഫാസിലും വടിവേലും ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന മാരീഷൻ എന്ന് പറഞ്ഞൊരു മൂവിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ്. സോ ഇതിന് നമ്മൾ ടീസറും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ കണ്ടതാണ്. സോ എന്തായാലും ഇപ്പം ട്രെയിലർ ഒഫീഷ്യലി ലോഞ്ച് ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ്ലി അതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാം. ആക്ച്വലി അന്ന് നമ്മൾ കണ്ടപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റായിരുന്നു, കിട്ടിയ സിനിമാറ്റോഗ്രഫി ആയിരുന്നു. പിന്നെ ബി ജി എംസും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പേ ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ കോംബോ എന്നല്ല, നേരെ മടിച്ച് ഫഹദ് ഫാസിൽ വില്ലനും നമ്മളെ വടിവേലു നായകനുമായിട്ട് എത്തിയൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തുമായിരുന്നു? പണ്ടര ഇപ്പോൾ വന്നൊന്ന് ഭയങ്കര മറവിശീല്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ്ലി ഇതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ പേരെന്തുമായിരുന്നു എന്നാലും? ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഫൈറ്റാണ്. അവസാനം ഫഹദ് ഫാസിലിനെ കൊല്ലാണ്, ജയിലിലിടയാണ്, കൊല്ലാണെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും നമുക്ക് ഇതായൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, വിനിയുടെ കംപാക്ട് ഓഫ് യുവൻ ശങ്കർ രാജ, E4 എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, E4 ആണോ? சில வீடு என்ன கூப்பிடுற மாதிரி தோணும். அப்படி இருக்கிற வீட்டில் தான் நான் ஏறுவேன். நான் எப்பவுமே யோசிப்பேன், കള്ളനാണ് കേട്ടാ. இந்த ஆகாயத்தில் பறக்கிற கொக்குக்கு எப்படி தண்ணிக்கடியில் வாழ்கிற மீன் சாப்பாடை வந்துச்சு. என்னமோ ஒரு கனெக்ஷன் இருக்கு. அந்த கனெக்ஷன் சார் எங்கே போனோம்? திருவண்ணாமலையில் ஒரு ஃப்ரெண்ட் இருக்கான். ஓ, நான் அங்கேயே போகிறேன். பைக்கில் போகலாமா சார்? வாங்க சார், ஜாலியாக இருக்கும். எனக்கு கொஞ்சம் ஞாபகம் மருதி அல்சி மிஸ் பண்ணல வேற 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 நாங்கள் பைக்கில் திருவண்ணாமலைக்கு போயிட்டு இருந்தோமா. நான் எதுக்குப்பா திருவண்ணாமலைக்கு போனோம்? நேற்று நைட்டு கூட கரெக்டாக என்டர் பண்ணீங்களே. മറവി രോഗം കേട്ടാ. இப்போ உன் பிளான் என்ன? ஏப்பா ரொம்ப நேரமாக ஒரே கியரில் போகிற போல் இருக்கேன். கொஞ்சம் கியரை தான் மாற்றுவேன். பைக்கை பத்தி ஏதாவது தெரிஞ்சுதா? செக் பண்ணிட்டு இருக்கோம் மேடம், உடனே கண்டுபிடிச்சிடுறோம். வாழ்க்கைன்னா ஜாலியாக இருக்கணுமா வேணாமா? இருக்கணுமா வேணாமா? ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ ഒരു ത്രില്ലാണ്. பயமா ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ, അത് വേറെ ലെവലാണ്. என்னையவே முழுசாக மறந்துடணும்னு பயமா இருக்கு. അൾട്ടിമേറ്റ്സ് ആണ് കേട്ടോ പുള്ളിക്ക്, പാവം. பொறுமையாக போயிட்டு இருக்கேன். எப்போ என் கண்ட்ரோல் போக போகிறதுன்னு எனக்கே தெரியல. நான் திரும்பவும் சொல்றேன், அவர்கிட்ட இருந்து பணத்தை அடிக்கிறது தான் உன்னோட வேலை, புரிஞ்சுதா? அவரோட நம்புற மாதிரி நடி. வாழ்க்கையிலே மறக்க முடியாத பயணம். என்ன பண்ணுறது, இதையும் மறந்துடுவீங்க. மறந்துட்டேன்னா மூன்றாம் புற கமல் மாதிரி இப்படி ட்ரை பண்ணுறியா? ஐயா, அந்த மாதிரி மகா நடிப்பெல்லாம் எனக்கு வராது. ഞാൻ പറഞ്ഞില്ല സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ഇതിലെ സിനിമാറ്റോഗ്രഫി വിഷയം സിനിമാറ്റോഗ്രഫിയാണ്. ഇല്ല, എനിക്ക് ഇതിൻ്റെ മ്യൂസിക് അല്ല, സിനിമാറ്റോഗ്രാഫർ ആരാ? ഡയറക്ടർ DOP കലൈസെൽവൻ ശിവാജി. സോ അത് അതിന് സ്ക്രീൻ പ്ലേ കൃഷ്ണമൂർത്തി. നമുക്ക് അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ആക്ച്വലി ഇവർ തമിഴ് ടീമായിട്ട് നമുക്ക് ഇവർ പേര് വലുതായിട്ടൊന്നും അറിയത്തില്ല അങ്ങനെ ആരെയും. സ്റ്റണ്ട് നമ്മളെ മറ്റേ അവരെ അറിയായിരുന്നു, മറ്റേ 2 പേരുണ്ടല്ലോ നമ്മളെ ലിയോയിലൊക്കെ സ്റ്റണ്ട് ചെയ്ത്, അവരെ പേരറിയാം. പിന്നെ ലോകേഷ്, അങ്ങനെ കുറച്ച് പേരല്ലാണ്ട്. പക്ഷേ ഈ ഒരു പടം ആക്ച്വലി ഇതൊരു ഇച്ചിരി ഒരു വെറൈറ്റി ഒരു കൺസെപ്റ്റാണ്. നമ്മളെ ഫസിലിനെ അറിയാമല്ലോ, പിന്നെ പുള്ളിക്കാരനൊരു റോള് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ തകർത്ത് വെക്കും. അതൊരു വിഷ്വൽ കേസല്ല. പക്ഷേ ഇത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ക ഒരു തമിഴ് മൂവി അല്ലാണ്ട് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ട്. ഇപ്പം തമിഴ് സിനിമ ഏകദേശം കുറച്ചൊക്കെ അങ്ങോട്ട് മാറി വരുന്നുണ്ട്. നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ വിഷയം പടം വരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും ട്രെയിലർ വാസ് നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്ന് തോന്നുന്നു. നല്ല ഇമോഷൻസും എല്ലാം കളർന്ന് ഉണ്ടാകുന്നൊരു മൂവിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം നമ്മളിതിൻ്റെ ടീസർ മാത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അതിലാണെങ്കിൽ ഒരു ഡീറ്റെയിൽസും ഇല്ലായിരുന്നു. ജസ്റ്റ് എന്തോ 2 പേരും കൂടെ ഒരിടത്ത് പോകുന്നു, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നു. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് എന്താണ് സ്റ്റോറി ലൈനെന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, മൂവിക്ക് വെയിറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്കതൊന്ന് അറിയണം. എന്താണ് ഇതിനെപ്പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.